നിമിഷങ്ങളിൽ തുടരെ പെനാൽറ്റി കോർണറുകൾ ലഭിച്ചപ്പോൾ ഒരു സമ്മർദ്ദ ഘട്ടമായിരുന്നു. പക്ഷേ സമ്മർദ്ദം എന്തെന്ന് അറിയാത്തൊരു മനുഷ്യനാണ് PR ശ്രീജേഷ്. ആ സമ്മർദ്ദം അറിയാത്ത ശ്രീജേഷ് അതിനെ സമചിത്തതയോടെ ഏറ്റവും ഗംഭീരമായി തന്നെ ആ പെനാൽറ്റി കോർണറുകളെ നേരിടുന്നതും കണ്ടു. ഇന്ത്യക്ക് അഭിമാന ജയം നേടിത്തരുന്നതും കണ്ടു. ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ 18-ാം മിനിറ്റിൽ മാർക്ക് മിറാലസ് നേടിയ ആ ഒരു ഗോളിൽ, അതും പെനാൽറ്റി ഗോളാണ് എന്ന് ആലോചിക്കണം. പെനാൽറ്റി ഗോൾ ഗോൾ കീപ്പർ മാത്രം മുന്നിലുള്ളപ്പോഴുള്ള ആ ഒരു സ്കോറിംഗ് അവസരമാണ് സ്പെയിനിന് മുതലെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അല്ലാതെ ശ്രീജേഷിനെ കീഴടക്കാൻ ഈ സ്പെയിൻ താരങ്ങൾക്ക് കഴിയില്ല എന്നുള്ള രീതിയിൽ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ശ്രീജേഷ് ഇന്നത്തെ മത്സരത്തിൽ ഉടനീളം നിലയുറപ്പിച്ച് നിന്നത്. 36-ാം വയസ്സിൻ്റെ ചെറുപ്പം എന്ന് നമുക്ക് പറയാവുന്ന രീതിയിൽ ആ ചുറുചുറുക്ക് ശ്രീജേഷിൻ്റെ ശരീരഭാഷയിലുണ്ടായിരുന്നു. ശ്രീജേഷ് നൽകുന്ന ഊർജ്ജം ഇന്ത്യൻ താരങ്ങളിലേക്ക് പടർന്നു കയറുന്നതും കണ്ടു. അവർ ആക്രമിച്ച് കളിക്കുന്നതും കണ്ടു. ബോൾ പൊസിഷനിൽ 1% ഇന്ത്യ പിന്നിലാണ് എങ്കിൽ പോലും ബോൾ പൊസിഷൻ അല്ലല്ലോ, ഗോൾ അടിക്കുന്നതല്ലേ കളിയുടെ വിജയത്തിന് ആധാരമായി മാറുന്നത്. അങ്ങനെ 2-1 എന്നുള്ള സ്കോറിന് വിജയിച്ചുകൊണ്ട് ഒന്നാമത്തെ ക്വാർട്ടർ 0-0, രണ്ടാമത്തെ ക്വാർട്ടർ 1-1, മൂന്നാമത്തെ ക്വാർട്ടറിലും നാലാമത്തെ ക്വാർട്ടറിലേക്കും വരുമ്പോഴും ഇന്ത്യ 2-1 എന്നുള്ള സ്കോറിന് ലീഡ് നേടുന്നു. ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് ഇന്ത്യ നേടിയ ഈ ടൂർണമെന്റിൽ ഇന്ത്യ നേടിയിട്ടുള്ള 17 ഗോളുകളിൽ 10 സ്വന്തം പേരിലാക്കിയ ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് 1. ഇപ്പോൾ വിനേഷിന്റെ സഹധർമ്മിണി പ്രതികരിക്കുന്നു. തത്സമയം പോവാണ് മെഡലുമായി വരും. ഇപ്പോൾ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവസാന മത്സരമായിരുന്നു. ഈ വിരമിക്കൽ തീരുമാനത്തോട് നിങ്ങൾ എല്ലാവരും ഒപ്പം നിന്നിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ? തീർച്ചയായും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വലിയൊരു ജേർണി ആയിരുന്നു ശ്രീജേഷ് ഉണ്ടായിരുന്നത്. 4ാമത്തെ ഒളിമ്പിക്സ് ആണിത്. വലിയൊരു കരിയറാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വയം റിട്ടയർ ചെയ്യാനുള്ള ഒരു സമയമായി എന്ന് സ്വയമുള്ള തീരുമാനം വന്ന് നമ്മളോട് സംസാരിച്ചു. ഞങ്ങൾ ശ്രീജേഷിനൊപ്പം നിൽക്കുന്നു. കളിക്കാനാണെന്ന് പറഞ്ഞാലും എന്തിനാണെങ്കിലും ആളുടെ ഒപ്പീനിയനൊപ്പം നിൽക്കുന്ന ആളാണ്. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ പറഞ്ഞു ഇതിനേക്കാട്ടിലും ഇനി നെക്സ്റ്റ് ഒരു ഒളിമ്പിക്സ് വരാൻ 4 വർഷം കഴിയും. അത്രയും സമയം നമുക്ക് നിൽക്കാൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ ഇതാണ് റൈറ്റ് ടൈം റിട്ടയർ ചെയ്യാനെന്നുള്ളത് തീരുമാനിച്ചു. പക്ഷേ അത് ഒരു ഒളിമ്പിക് മെഡലോടെ ആവുന്ന ഒരുപാട് സന്തോഷം. ഇരട്ടി മധുരത്തോടുള്ള വിരമിക്കലാണ്. നേരത്തെ അമ്മ സംസാരിച്ചപ്പോഴും പറഞ്ഞതാണ്. ഈ ഒരു കാലത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ശ്രീജേഷിന്റെ ഈ ഹോക്കി കാലഘട്ടത്തെ? എന്താ പറയുക, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പം ഞാനൊരു എന്താ പറയുക, ക്ലാസ്മേറ്റ് തൊട്ട് ക്യാമ്പിലേക്ക് സെലക്റ്റഡ് ആയ ഒരു ക്യാമ്പർ, അത് കഴിഞ്ഞ് ജൂനിയർ ടീം, സീനിയർ ടീം, പിന്നെ മെഡലിസ്റ്റ്, എല്ലാ ഇതും കാണാൻ പറ്റിയിട്ടുണ്ട്. അതിനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സന്തോഷം ശ്രീജേഷിനെ ഓർത്ത്. അരുൺകുമാർ, എന്തായാലും വലിയ ആഹ്ലാദത്തിലാണ് കുടുംബം. ശ്രീജേഷിന്റെ ഭാര്യയാണ് സംസാരിച്ചപ്പോൾ അദ്ദേഹം അനീഷ പറഞ്ഞതുപോലെ ശ്രീജേഷിന്റെ വളർച്ച കൃത്യമായി നോക്കി കണ്ടിട്ടുള്ള ആൾ കൂടിയാണ് അനീഷ. ഒപ്പം പഠിച്ച ആളാണ്. ക്യാമ്പസ് തൊട്ട് ഇങ്ങോട്ടേക്ക് ശ്രീജേഷിന് ഹോക്കിയിലുണ്ടായ, സ്പോർട്സിലുണ്ടായ വളർച്ചകളെല്ലാം ഓരോ ഘട്ടങ്ങളും നേരിട്ട് കണ്ടറിഞ്ഞിട്ടുള്ള ആൾ കൂടിയാണ് അനീഷ. അനീഷയുടെ ഈ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. എന്തായാലും ഈ പ്രദേശം ആകെ വലിയ ആഘോഷത്തിലേക്ക്, വലിയ ആഹ്ലാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അരുൺ. പ്രധാനമന്ത്രിയുടെ ആശംസ കൂടി വന്നിട്ടുണ്ട്. എ ഫീഡ് ദാറ്റ് വിൽ ബി ചെറിഷ്ഡ് ഫോർ ജനറേഷൻസ് ടു കം. വരാനിരിക്കുന്ന തലമുറകൾക്ക് ആവേശം നൽകുന്ന ഒരു ചുവടുവയ്പ്, പ്രചോദനം നൽകുന്ന ചുവടുവയ്പ് എന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രി പ്രതികരിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുന്നു. ഇതും ഒരു സ്പെഷ്യലാണ്. 2 തവണ മെഡൽ നേടുന്ന ഹോക്കി ടീമിന്റെ ഈ പ്രകടനം ഒരു സംതിങ് സ്പെഷ്യലാണ് എന്നാണ് ഇപ്പോൾ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ദിസ് ഈസ് ഈവൻ മോർ സ്പെഷ്യൽ. ആശംസ എത്തിയിട്ടുണ്ട് ശ്രീജേഷിന്. വലിയൊരു നേട്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷമുണ്ട്. പ്രധാനമന്ത്രി ഒരു ആശംസ നൽകിയത് വളരെ സന്തോഷം. ഞങ്ങൾ നമ്മുടെ ഇന്ത്യക്കാർക്ക് വളരെ ഒരു അഭിമാനമാണ്. നമ്മൾ ഏതായാലും ജയിച്ചു. ആ ജയം തന്നെ ഒരു അഭിമാനമാണ് നമുക്ക്. ഭയങ്കര സന്തോഷം. എനിക്ക് കളി കണ്ടിട്ട് ആദ്യത്തെ ഭാഗം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ദൈവമേ, ഈ തവണയും കളി ഇങ്ങനെ ആയോ എന്നൊരു സങ്കടമായിരുന്നു. പക്ഷെ ഞാൻ പുറത്തു പോയിരുന്നു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥനയായിരുന്നു. നമ്മളെ ദൈവം രക്ഷിച്ചു. അപ്പോൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു സ്പോർട്സിൽ നിന്ന് ഹോക്കിയിലേക്ക് ശ്രീജേഷ് തിരിഞ്ഞപ്പോൾ ചെറിയൊരു വിഷമം ഉണ്ടായി എന്ന്. ഇപ്പോൾ രാജ്യത്തിന് അഭിമാനമായി ആ ഹോക്കിയിലൂടെ ശ്രീജേഷ് മാറിയിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ ആശംസ എത്തുന്നു. ഈ സമയത്ത് അന്ന് പറഞ്ഞു എന്ത് തോന്നുന്നു അന്ന് ചിന്തിച്ചതിനെ പറ്റി? അന്ന് അങ്ങനെ ചിന്തിക്കണ്ടായിരുന്നു ഇപ്പോൾ തോന്നി. ഇപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കളിക്കാൻ പോകുമ്പോൾ നമ്മൾ ആരായാലും ചെറിയ കുട്ടിയല്ലേ, പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ദൂരമൊക്കെ പോയി തന്നെ ജീവിക്കുന്നതും ഒക്കെ ഒരു ഹോസ്റ്റലിൽ താമസിച്ചിട്ടില്ല. 12 വയസ്സേ ഉള്ളൂ. അപ്പം അന്ന് ആ ഒരു വിഷമം ഉണ്ടായെങ്കിലും ഇന്നിപ്പോൾ വയസ്സ് 36ആയി. ഒരു വിഷമവും ഇല്ല. അവൻ്റെ ഇഷ്ടം അനുസരണം ജയിക്കാൻ മിക്ക കളികൾക്കും ജയിച്ചിട്ടുണ്ട്. പിന്നെ കിട്ടാത്തത് നമ്മുടെ ഒരു ഭാഗ്യക്കേട്, അത്രേ ഉള്ളൂ. എല്ലാത്തിനും ജയിച്ചിട്ട് നന്ദി, ദൈവത്തോട് നന്ദി പറയും. അരുൺകുമാർ, ഇതാണ് അമ്മയുടെ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അമ്മ ചെറുപ്പത്തിൽ ശ്രീജേഷ് സ്പോർട്സിൽ വലിയ താല്പര്യമുണ്ടായിരുന്നു. ഹോക്കിയിലേക്ക് തിരിഞ്ഞപ്പോൾ അമ്മയ്ക്ക് വിഷമമായിരുന്നു എന്ന് അമ്മ നേരത്തെ നമ്മളോട് തന്നെ പ്രതികരിച്ചിരുന്നു. ഇപ്പോൾ എന്തായാലും അന്ന് അമ്മയുടെ വിഷമം ഉണ്ടായിരുന്നു. ഇപ്പോൾ വലിയ സന്തോഷമായി, രാജ്യത്തിൻ്റെ തന്നെ സന്തോഷമായി മാറിയിരിക്കുകയാണ്. അമ്മയ്ക്ക് അന്ന് സങ്കടമുണ്ടാക്കി അതേ ഹോക്കിയിലൂടെ രാജ്യത്തിൻ്റെ അഭിമാനമായി ശ്രീജേഷ് മാറിയിരിക്കുകയാണ്. അതിൻ്റെ സന്തോഷമാണ് ഇപ്പോൾ അമ്മ പങ്കുവച്ചത്. എല്ലാവരും വലിയ ആഹ്ലാദത്തിൽ, വലിയ ആവേശത്തിൽ തന്നെയാണ് ഈ സ്ഥലത്തുള്ളത്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ആശംസ വന്ന വിവരവും അമ്മയോട് നമ്മൾ അറിയിച്ചു. അതിൻ്റെ സന്തോഷവും അമ്മ നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും അച്ഛൻ ഉൾപ്പെടെ, അച്ഛൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ഇവിടെ
സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സമീപവാസികളെല്ലാം സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിരവധി ആളുകൾ വലിയ നിലയിലുള്ള സന്തോഷമാണ് ഈ നാട്ടിനാകെ, രാജ്യത്തിനാകെ എന്ന പോലെ തന്നെ പ്രത്യേകിച്ച് ശ്രീജേഷിൻ്റെ നാട്ടിനും അതിൻ്റെ ആഘോഷങ്ങളും പടക്കം പൊട്ടിച്ചുള്ള ആഘോഷങ്ങളും എല്ലാം പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീജേഷിൻ്റെ മക്കളും സമീപത്തെ കുഞ്ഞു കുട്ടികളും എല്ലാവരും തന്നെ സ്ഥലത്തുണ്ട്. കുട്ടികളെല്ലാവരും തന്നെ പതാകയേന്തി, ഇന്ത്യൻ പതാകയേന്തി പലരും അവരുടെ ആഘോഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അവരുടെ സന്തോഷം പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. അരുൺ, അതെ, ആ കാഴ്ച ഗംഭീരമാണ്. വിനേഷ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഒരു മെസ്സേജ് വന്നിരിക്കുന്നു. ഈ വിജയം വരും തലമുറകൾക്ക് പ്രചോദനമാണ്. ഇന്ത്യക്ക് വൈകാരികമായൊരു ബന്ധം ഹോക്കിയുമായുണ്ട്. ആ വൈകാരികമായ ബന്ധം തുടക്കം മുതൽ 1928 ആംസ്റ്റർഡാമിലെ മനോഹരമായ വിജയത്തുടക്കം മുതൽ ഇങ്ങോട്ട് നമ്മൾ കൈ സൂക്ഷിച്ചതാണ്. പിന്നീട് എവിടെയോ നമുക്ക് നഷ്ടപ്പെട്ടു. 4 പതിറ്റാണ്ട് ആ ഒരു ഒളിമ്പിക്സ് മെഡലിന് വേണ്ടി നമ്മൾ കാത്തിരുന്നു. അത് ടോക്കിയോയിൽ ആ യാത്ര അവസാനിച്ചു. ഇപ്പോഴിതാ വീണ്ടും പാരീസിൽ 2ാമത്തെ മെഡൽ തുടർച്ചയായി നമുക്ക് കിട്ടുന്നു. അത് പ്രധാനമന്ത്രി പറയുന്നത് പോലെ PR ശ്രീജേഷ് 36ാമത്തെ വയസ്സിൽ വിരമിക്കുന്നു എന്നത് സങ്കടകരമാണെങ്കിലും വരുന്ന തലമുറയെ, ക്രിക്കറ്റിൻ്റെ ആവേശത്തിലാഴ്ന്നു പോയിരിക്കുന്ന തലമുറയെ ഹോക്കിയിലേക്ക് അടുപ്പിക്കുന്നൊരു മനോഹരമായ വിജയമായിട്ട് നമുക്കിതിനെ കണക്കാക്കാമല്ലേ? ഹോക്കി നമ്മുടെ സിരകളിലുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനമായി പ്രഖ്യാപിച്ചത്. ഓഗസ്റ്റ് 29ന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ മേജർ ധ്യാൻചന്ദിൻ്റെ ജന്മദിനമാണ് ഓഗസ്റ്റ് 29 എന്ന് പറയുന്നത്. ഹോക്കി മാന്ത്രികനായ ധ്യാൻചന്ദിനോടുള്ള ആദരസൂചകമായി ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനമായി പ്രഖ്യാപിച്ച രാജ്യമാണ് ഇന്ത്യ. ദേശീയ കായിക വിനോദമായ ഹോക്കി, അതിലുണ്ടായിരുന്ന ആധിപത്യം അത് എപ്പോഴോ കൈമോശം വന്നു പോയിരുന്നു, കൈവിട്ടു പോയിരുന്നു. അത് തിരിച്ചു പിടിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി കണ്ടിരുന്നു. ഈ ടൂർണമെൻറ്റിലേക്ക് വരുമ്പോൾ 3 താരങ്ങളോട് നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ്. 1 ഹർമൻപ്രീത് സിംഗ് നായകൻ, 2 നമ്മുടെ മലയാളികളുടെ അഭിമാനമായ PR ശ്രീജേഷ്, 3 നമ്മുടെ പരിശീലകനായിട്ടുള്ള ക്രെയ്ഗ് ഫുൾട്ടൺ. ഈ 3 വ്യക്തികളോട് കടപ്പെട്ടിരിക്കുകയാണ്. ഈ വിജയത്തിന് രാജ്യം കടപ്പെട്ടിരിക്കുകയാണ്. 3 ദൃശ്യങ്ങൾ കൂടി ഈ നിമിഷത്തിൽ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ് അരുൺകുമാർ. 1, മത്സര വിജയത്തിന് ശേഷം ഇരു കൈകളും ആകാശത്തേക്ക് ഉയർത്തി നിൽക്കുന്ന നമ്മുടെ PR ശ്രീജേഷിൻ്റെ അടുത്തേക്ക് ഓടിയെത്തുന്ന മുഴുവൻ താരങ്ങളും. 2ാമത്തെ ചിത്രം നിലത്ത് കമിഴ്ന്ന് കിടക്കുകയാണ്, സന്തോഷ കണ്ണീർ ഒഴുക്കിക്കൊണ്ട് നിലത്ത് കമിഴ്ന്ന് കിടക്കുന്ന PR ശ്രീജേഷിന്റെ മുകളിലേക്ക് ചാടി വീഴുന്ന സഹതാരങ്ങൾ. 3ാമത്തെ ചിത്രം ആ ഗോൾ പോസ്റ്റിന് മുകളിൽ കയറിയിരിക്കുന്ന PR ശ്രീജേഷ്, താഴെ നിന്ന് സഹതാരങ്ങൾ എല്ലാവരും ഹോക്കി സ്റ്റിക്ക് അത് ശ്രീജേഷിന് നേരെ നീട്ടിക്കൊണ്ട് നീയാണ് താരം, നീയാണ് വിജയി, നീയാണ് വിജയത്തിന് ആധാരമൊരുക്കിയവൻ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ചിത്രം. അങ്ങനെ 3 ചിത്രങ്ങൾ എൻ്റെയും ഈ ഹോക്കി പ്രേമികളുടെയും രാജ്യത്തെ മുഴുവൻ കായിക പ്രേമികളുടെയും മനസ്സിൽ തങ്ങി നിൽക്കുകയാണ് ഈ നിമിഷത്തിൽ. തുടർച്ചയായ 2ാം ഒളിമ്പിക് മെഡൽ ഹോക്കിയിൽ ഇന്ത്യ സ്വന്തമാക്കുന്ന നിമിഷം. ഹോക്കിയിൽ ഇന്ത്യയുടെ 13ാമത്തെ മെഡൽ, 8 സ്വർണ്ണ മെഡലുകൾ, 1 വെള്ളി, 4 വെങ്കല മെഡലുകൾ. ഹോക്കിയിലെ ഇന്ത്യയുടെ വിജയത്തിൻ്റെ ആ ഒരു ശേഖരത്തിലേക്ക് വരികയാണ്. 1 മെഡൽ കൂടി ഈ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ 4ാമത്തെ മെഡലാണ്. 3 മെഡലുകൾ വന്നിരുന്നത് ഷൂട്ടിങ്ങിൽ നിന്നാണ് എങ്കിൽ അതിന് പുറമെ 1 മെഡൽ കൂടി ലഭിക്കുന്നു. വിനേഷ് ഫോഗട്ടിൻ്റെ നഷ്ടം അത് നമുക്ക് ഒരു പരിധി വരെയെങ്കിലും പിടിച്ചു തരുന്ന ആ നഷ്ടം തന്നെയാണ്. അത് ഒരു സ്വർണ്ണ നഷ്ടമാണ്, അതൊരു വശത്ത് നിൽക്കട്ടെ. പക്ഷേ പൊന്നോളം പോകുന്നൊരു വെങ്കല മെഡൽ ഇന്ന് നേടാൻ കഴിഞ്ഞിട്ടുമുണ്ട് PR ശ്രീജേഷിനും സംഘത്തിനും. 328 മത്സരങ്ങൾ ഇന്ത്യൻ ജേഴ്സിയിൽ കളിച്ചിട്ടുള്ള താരം, 2004 ജൂനിയർ തലത്തിൽ കളിച്ചു തുടങ്ങിയ താരം. അതായത് നീണ്ട 20 വർഷങ്ങളായിരിക്കുന്നു ഇന്ത്യൻ ടീമിൻ്റെ ജേഴ്സി PR ശ്രീജേഷിൻ്റെ ശരീരത്തോട് ഇങ്ങനെ ഒട്ടിച്ചേർന്ന് കിടക്കാൻ തുടങ്ങിയിട്ട്. 2006 അന്നാണ് സീനിയർ ടീമിൽ PR ശ്രീജേഷ് അരങ്ങേറ്റം കുറിക്കുന്നത്. 2006 സൗത്ത് ഏഷ്യൻ ഗെയിംസിൽ, കൊളംബോയിൽ നടന്ന സൗത്ത് ഏഷ്യൻ ഗെയിംസിലൂടെ അരങ്ങേറ്റം കുറിച്ച താരം പിന്നീട് ഇങ്ങോട്ട് ഇന്ത്യൻ ടീമിൻ്റെ അവിഭാജ്യ ഘടകമായി മാറുന്നു. 2 ഒളിമ്പിക് മെഡലുകൾ നേടിത്തരുന്നു, മലയാളിയുടെ അഭിമാനമായി മാറുകയും ചെയ്യുന്നു.